നമസ്കാരം. ഫേസ് ടു ഫേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ചുഴി എന്ന ചിത്രത്തിന്റെ ക്യാമറ വർക്ക് ചെയ്തിട്ടുള്ള രണ്ടുപേരാണ്, നിഖിലും ഉമേഷും. നമുക്ക് അവരോട് വിശേഷങ്ങൾ ചോദിക്കാം. ഈ ചിത്രത്തിന്റെ സംവിധായികയോടൊപ്പം മൂന്നാമത്തെ തവണയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഒരു ഡയറക്ടർ എന്ന നിലയിൽ സുമി പ്രശാന്തിന്റെ വളർച്ചയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആദ്യത്തെ വർക്കും ഈ നമ്മുടെ ലാസ്റ്റ് വർക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ആദ്യത്തെ വർക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അതിനേക്കാൾ ഏകദേശം ഒരു മാസീവ് വർക്കാണ് ഇപ്പോൾ ലാസ്റ്റ് ചെയ്തത്. നമ്മൾ ആദ്യത്തെ വർക്കിലെ കണ്ടിന്യൂറ്റി ഒക്കെ നോക്കാനൊക്കെ കുറച്ച്, അപ്പൊ അതൊക്കെ നമ്മൾ പറഞ്ഞു അതെല്ലാം നമ്മുടെ ഈ ചുഴിയിൽ കുറച്ച് കണ്ടിന്യൂറ്റി നോക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഓരോ വർക്കും ഓരോ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അതിനനുസരിച്ച് സുമി നല്ല ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളിലൂടെയാണ് ഇത് ഷൂട്ട് ചെയ്തതെന്ന് കേട്ടു. അപ്പോൾ എന്തൊക്കെ ചലഞ്ചസ് ആയിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്? സുമിയുടെ മൂന്നാമത്തെ വർക്ക് എന്ന് പറയുമ്പോൾ സുമി ആദ്യത്തെ 2 വർക്കിലും ഫേസ് ചെയ്തതിനേക്കാൾ ഭയങ്കര വലിയൊരു ചലഞ്ചാണ് ഈ മൂന്നാമത്തെ വർക്കിൽ ഫേസ് ചെയ്തത്. അത് വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് പോയി. എങ്കിലും വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക് ആയിരുന്നു ആക്ച്വലി അവിടെ ഷൂട്ട് ചെയ്യുന്നത്. ചിത്രാഞ്ജലി സ്റ്റുഡിയോ അറിയാലോ, ഫുള്ള് മരങ്ങളും, പിന്നെ രാത്രിയാണ്, ഭയങ്കരമായിട്ട് മഴ പെയ്തു. നമ്മൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഭയങ്കരമായിട്ട് മഴ പെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് ഇരുട്ടും കൂടെ ആയി. നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഫുള്ള് ലൈറ്റപ്പ് ചെയ്യണം. ലൈറ്റപ്പ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നൈറ്റ് ഷോട്ടുകളാണ്, അത്രയും ദൂരത്ത് നമ്മൾ ലൈറ്റുകൾ വെക്കേണ്ടി വരും. അപ്പോൾ ഈ ഓരോ ലൈറ്റും പോയി ചെക്ക് ചെയ്യുക, അതിൻ്റെ വയർ കണക്ഷൻ നോക്കുക, അതിന് പവർ സപ്ലൈ കൊണ്ടുവരിക, ഈ മഴയത്ത് ഓരോ സാധനങ്ങളും പ്രൊട്ടക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊന്നും ബിൽഡിംഗ് ഒന്നുമില്ല. നമ്മൾ ഷൂട്ട് ചെയ്ത സമയത്ത് ഫുൾ കാട്ടിലാണ് ഷൂട്ട് ചെയ്യണത്. അപ്പോൾ ഈ ആർട്ടിസ്റ്റുകളെ മാനേജ് ചെയ്യുക, ഈ ഇപ്പം നമ്മുടെ ചലഞ്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ലൈറ്റുകൾ നോക്കുക, ലൈറ്റ് ഓരോന്ന് ചെക്ക് ചെയ്യുക, പിന്നെ അതിന് പവർ സപ്ലൈ, ജനറേറ്ററിൻ്റെ ഇഷ്യൂ. അപ്പോൾ അങ്ങനെ ഒത്തിരി ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്തു. അപ്പോൾ അതിനെല്ലാം സപ്പോർട്ടായിട്ട് സുമി ബാക്കിലുണ്ടായിരുന്നു. അപ്പോൾ സുമിക്ക് അവിടെയും വേറെ ചലഞ്ചസ് വേറെ ഉണ്ടായിരുന്നു. ആർട്ടിസ്റ്റിനെ മാനേജ് ചെയ്യുക, ഫുഡ് കൊണ്ടുവരിക, ഫുഡ് നനയാതെ സൂക്ഷിക്കുക, ഇതൊക്കെ പറയുന്നത് വലിയൊരു ചലഞ്ച് തന്നെയാണ്. പിന്നെ ആ ഷോർട്ട് ഫിലിം കാണുമ്പോൾ മനസ്സിലാവും ഈ ആക്ടേഴ്സും അത്രയും തന്നെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അവിടെ കൊതുക്, അട്ട, ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു അവിടെ. അപ്പോൾ നമ്മൾ ഫുള്ള് ഓഡോമോസിൽ കുളിച്ചാണ് നിന്നത് അവിടെ. അങ്ങനെ ഒത്തിരി ചലഞ്ചസ് ഫേസ് ചെയ്താണ് അന്നത്തെ ആ ഒരു നൈറ്റ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് പോയ ലൊക്കേഷനാണെങ്കിലും ലൊക്കേഷനൊക്കെ നല്ല ലൊക്കേഷനായിരുന്നു. നമുക്ക് വേണ്ട ഒരു വൈബ് കിട്ടുന്ന ഒരു ലൊക്കേഷൻ തന്നെയായിരുന്നു. പക്ഷേ ക്ലൈമറ്റ് ഭയങ്കര മോശമായിരുന്നു. ക്ലൈമറ്റും അവിടുത്തെ പ്രാണികൾ, ജീവികൾ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു അവിടെ ആക്ച്വലി ഷൂട്ട് ചെയ്യുന്നത്. ഭയങ്കര ഭംഗിയായിട്ട് അത് സുമി മാനേജ് ചെയ്ത് പോയി എന്നുള്ളതാണ്. ഷൂട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന കാറ് നമുക്കിപ്പോൾ ഒരിടത്തുനിന്ന് ഷൂട്ട് ചെയ്ത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്ത് പോകണമെങ്കിൽ ഒരു വണ്ടിയാണ് അവിടെ ഉള്ളത്. ആക്സസിബിൾ, ഒത്തിരി വണ്ടി അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പം ആ വണ്ടി കേടാവുന്നു, ജനറേറ്റർ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെ മാനേജ് ചെയ്ത് പോയി. ഷൂട്ട് പ്ലാൻ ചെയ്ത് എനിക്ക് തോന്നുന്നു 2 മണിക്കാണ് തോന്നുന്നു, അല്ലേ? 2 മണി. ഉച്ചയ്ക്ക് 2 മണിക്ക് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ മഴ കാരണം അത് വൈകുന്നേരം 6 മണിയായി. പിന്നെ അതുപോലെ തന്നെ ആ ഷൂട്ട് തീരാനും അത്രയും ഡിലേ ആയി. എനിക്ക് തോന്നുന്നു ഒരു ദിവസം 4 മണിക്ക് ഷൂട്ട് തുടങ്ങിയിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം 9 മണി വരെ കണ്ടിന്യൂസ് ഷൂട്ടായിരുന്നു. അപ്പോൾ അന്ന് നൈറ്റ് ഫുള്ള് പോയി, പിറ്റേ ദിവസം മോർണിംഗ് ഫുള്ള് പോയി. അപ്പോൾ സെറ്റിലുള്ള ആരും ആക്ച്വലി റെസ്റ്റ് എടുത്തിട്ടില്ല. പ്രത്യേകിച്ച് സുമിയോ ഞങ്ങളോ ആരും അവിടെ ഒരു ബ്രേക്ക്, അധികം ഒരു അരമണിക്കൂർ കൂടുതലൊരു ബ്രേക്ക് എടുത്തിട്ടില്ല. അപ്പോൾ അത്രയും ലൊക്കേഷൻ ലിമിറ്റേഷൻസ് ഉണ്ട്, ക്ലൈമറ്റ് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ഒരു ലിമിറ്റേഷനിൽ നിന്നുകൊണ്ടാണ് ഇത് വളരെ ഭംഗിയായിട്ട് പൂർത്തിയാക്കാൻ പറ്റിയത്. ഇതിൽ അഭിനയിച്ച ആർട്ടിസ്റ്റുകളൊക്കെ പറഞ്ഞത് അവർക്ക് കഥയുടെ ഒരു പൂർണ്ണ രൂപം അഭിനയിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലായതെന്നായിരുന്നു. എങ്ങനെയായിരുന്നു നിങ്ങളുടെ അനുഭവം? ആക്ടേഴ്സിന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ധാരണ ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. സുമി അത് ഓരോ ഷോട്ട് എടുക്കുമ്പോഴും അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ഒരു മൂഡ് വരണം, ഇതാണ് അവരുടെ ഒരു ഫീലിങ്സ്, അല്ലെങ്കിൽ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഇമോഷണൽ കണ്ടിന്യൂറ്റി, ഇതാണ് ഇങ്ങനെ ഒരു ഇമോഷനിലേക്കാണ് അവർ പോകുന്നത്. ആ ഒരു കൺവേ അവിടെ സുമി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് പക്ഷേ സ്ക്രിപ്റ്റ് ആദ്യം സുമി തയ്യാറാക്കിയ സമയത്ത് തന്നെ അതിൻ്റെ ഒരു ഫുൾ എങ്ങനെയാണ് സ്റ്റോറി ലൈൻ പോകുന്നത്, സിനിമയുടെ മൂഡ് എങ്ങനെയാണ് ചേഞ്ച് ആയി പോകുന്നത് എന്നുള്ളത് സുമി അത് കൺവേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ലൊക്കേഷനെല്ലാം ഒരു ധാരണ സുമിക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ ലൊക്കേഷൻ കാണാൻ പോയി, ചിത്രാഞ്ജലിയിൽ പോയി. അപ്പോഴൊന്നും നമ്മൾ ലൊക്കേഷൻ കാണുമ്പോൾ നമുക്ക് എങ്ങനെയാണ് മഴ പെയ്യുമെന്നോ, മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും സിറ്റുവേഷൻ എന്നുള്ളൊരു ഇതില്ലായിരുന്നു. മഴയെപ്പറ്റി നമ്മൾ ആലോചിച്ച് പോലുമില്ല. പക്ഷെ ഇരുട്ടായിരിക്കും, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, കാടാണ്. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഫുൾ സ്റ്റോറിയുടെ മൂഡ്, ഓരോ സീനിൻ്റെയും മൂഡും, ആ സീൻ എങ്ങനെ ഉണ്ടായി, ആ സീൻ എന്തായിരിക്കണം ഓഡിയൻസിലേക്ക് കൺവേ ചെയ്യണം എന്നുള്ളത് സുമി ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ലൈറ്റപ്പ് ചെയ്തതും ആ ഒരു ഫ്രെയിമൊക്കെ ചെയ്തത്. പക്ഷേ ഫുൾ ഒരു സ്റ്റോറി ലൈൻ എങ്ങനെയാണ് തിരക്കഥ പോകുന്നതെന്നുള്ളത്, ഏത് സീൻ ആണ് ഇത് ഓർഡറിൽ പോകുന്നതെന്നുള്ളതും, എങ്ങനെയാണ് ആ മൊത്തം സിനിമ വന്നതെന്നുള്ളത് നമുക്ക് പ്രിവ്യൂ കണ്ടപ്പോൾ തന്നെയാണ് മനസ്സിലായത്. അത് വളരെ നല്ലൊരു മൂവായിരുന്നു. ആർട്ടിസ്റ്റിനോട് അത് ഫുൾ പറയാതെ ഇരുന്നത് നല്ലൊരു മൂവായിരുന്നു തോന്നുന്നു. റിവ്യൂ ഷോ കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? റിവ്യൂ ഷോ കണ്ടപ്പോൾ
സന്തോഷം തോന്നി. സിനിമയുടെ ഒരു ഫുൾ നേച്ചർ, സിനിമ എങ്ങനെയാണ്, എന്താണ് ആ സിനിമ സുമി എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് മനസ്സിലായി. പിന്നെ അതിൽ നമ്മൾ പറയുകയാണെങ്കിൽ അതിൻ്റേതായ പോരായ്മകൾ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വളരെ ചെറിയൊരു ക്രൂ ആയിരുന്നു. ഇത്രയും വലിയൊരു സിനിമയ്ക്ക് അതൊരു ചെറിയ ക്രൂ ആയിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് മാനേജ് ചെയ്ത് പോകാന്നുള്ളൊരു വലിയ ടാസ്ക് ആയിരുന്നു. നമുക്ക് ഈ സിനിമ തിയേറ്ററിൽ വരുന്നതിന് മുന്നേ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെയായിരുന്നു നമ്മുടെ സൈഡിൽ നിന്ന് പറ്റിയ ഫോൾട്ടുകൾ. അപ്പോൾ ചെറിയ അടുത്ത വർക്കിൽ നമുക്ക് ശരിയാക്കാൻ പറ്റുന്ന കുറച്ച് ചെറിയ പ്രശ്നങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. ടെക്നിക്കലായിട്ട് നിൽക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അത് വലുതായിട്ട് ഇമ്പാക്ട് ചെയ്യുന്ന ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നില്ല. സ്റ്റോറിയെ സംബന്ധിച്ചിടത്താണെങ്കിലും വലുതായിട്ട് പ്രശ്നമുള്ളതായിട്ട് ടെക്നിക്കലായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് ചെറിയ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ടിന്യൂറ്റി ഇഷ്യൂ ആണ്, കുറച്ച് കണ്ടിന്യൂറ്റി ഇഷ്യൂ, ലൈറ്റിങ്ങിന്റെ ചെറിയ കണ്ടിന്യൂറ്റി ഇഷ്യൂ. അപ്പൊ അത് പിന്നെ അന്നത്തെ സാഹചര്യം കൊണ്ടാണ് നമ്മൾ 7 ദിവസമായിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. പക്ഷെ അതൊന്നും സിനിമയോ കഥ പറയുന്ന രീതിയെയോ അല്ലെങ്കിൽ ഒരു സിനിമയുടെ മൂഡിനെയോ ബാധിച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അല്ലേ. ഇതിന്റെ ഡ്യൂറേഷൻ ഒത്തിരി കൂടി പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ചുഴിയുടെ ടീം നൽകിയ സപ്പോർട്ട് എങ്ങനെയുണ്ടായിരുന്നു? സിനിമ നല്ല ലെങ്തി ആയി പോയി. സുമി എഡിറ്റിംഗ് സമയത്ത് പോസ്റ്റ് പ്രൊഡക്ഷനിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1.25 മണിക്കൂറോളം അത് പോയെന്നാണ് പറഞ്ഞത് എഡിറ്റിംഗിൽ. പിന്നീട് അത് ട്രിം ചെയ്താണ് 1 മണിക്കൂറിനകത്ത് ആക്കിയത്. സിനിമ മാത്രമല്ല, ഷെഡ്യൂളും ഭയങ്കര ഷെഡ്യൂളും നീണ്ടുപോയി. ഷെഡ്യൂൾ 7 ദിവസമായിരുന്നു. 7 ദിവസമായിരുന്നു. അത് ഒത്തിരി നീണ്ടുപോയായിരുന്നു. അത് ഈ പ്രതികൂല സാഹചര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. പിന്നെ ഈ ടീമിന്റെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരുന്നു. ഇപ്പം സിനിമാറ്റോഗ്രഫി സൈഡ് മാത്രമല്ല, ആർട്ടിന്റെ സൈഡും ചെയ്യാൻ ഞങ്ങൾ 2 പേരും മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പുറത്തുനിന്ന് കിട്ടിയ സപ്പോർട്ട്, ഇപ്പോൾ ഡയറക്ടർ ആണെങ്കിലും ശരി, ഞങ്ങളുടെ കൂടെ വന്ന് ഇപ്പോൾ ഒരു ലൈറ്റ് എടുത്ത് മാറ്റി വെച്ച് തരാനാണെങ്കിലും, ഇപ്പോൾ ഒരു കണക്ഷൻ കൊടുക്കാനാണെങ്കിലും സുമി ഡയറക്ടർ വരെ അവിടെ ഉണ്ടായിരുന്നു. ബാക്കി ടീം എല്ലാവരും ഞങ്ങളുടെ കൂടെ അത്രയ്ക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് നിന്നായിരുന്നു. അപ്പോൾ ഞങ്ങളും അതുപോലെ തന്നെ തിരിച്ചു നിന്നായിരുന്നു. ഈ ടീമിന്റെ ഒരു എഫേർട്ട് അടിപൊളിയായിരുന്നു. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ആർട്ടിസ്റ്റ്, ക്യാമറാമാൻ, അങ്ങനെ ഒരു ഫാമിലി ആയിട്ടായിരുന്നു. ഡിഫറൻസ് ഇല്ല, മൊത്തം ഒറ്റ ക്രൂ. അപ്പൊ നമ്മള് പിന്നീടൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മളെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ പഠിച്ചു, 1-2 പേരൊക്കെ. അപ്പൊ നമ്മൾ പറയുമ്പോഴത്തേക്കായിരിക്കും അവർ പോയി അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരും. സപ്പോർട്ടായിരുന്നു, നല്ല സപ്പോർട്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും വിജയത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഇതിന്റെ പ്രധാന ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോയും മിത്ര നികേതനും ആയിരുന്നല്ലോ. അവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു ഹൊറർ ടൈപ്പ് ഫിലിം കൂടെ ആയതുകൊണ്ട് എന്തെങ്കിലും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഭയപ്പെടുത്തുന്നതായിട്ടുള്ള ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ ഈ ലൊക്കേഷനൊക്കെ അറിയാലോ, നമ്മൾ മിത്ര നികേതനിലൊക്കെ ലൈറ്റ് ഒക്കെ ഭയങ്കര കുറവാണ്. അപ്പൊ അതിനകത്ത് ഒരു ചെറിയൊരു ജയിൽ കണക്കുള്ള ഒരു മുറിയൊക്കെ ഉണ്ട്. അതിനകത്തൊക്കെ നല്ല ഇരുട്ടാണ്. അപ്പോൾ സെറ്റിലുള്ള കുറച്ച് ഈ പിള്ളേരെയൊക്കെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് ഇതായിട്ട് കിടക്കണം. അങ്ങനെ 1-2 പേടിക്കലൊക്കെ ഉണ്ടായിരുന്നു. മൂടെന്ന് പറയുമ്പോൾ നമ്മൾ ഫുള്ള് വേറെ ഒരു ലൈറ്റ് ഓണാക്കത്തില്ല. നമുക്ക് സബ്ജക്റ്റിന് വേണ്ടതും ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടതും വളരെ കുറച്ച് മിനിമം ലൈറ്റ്, വേറെ ഒരിടത്തും ലൈറ്റ് ഇടാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ഫുൾ ഇരുട്ടാണ്. അപ്പോൾ കുറച്ചേരം ഒരിടത്ത് കുറച്ചേരം ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കുമ്പോൾ ഇത് എവിടെ ഇരുന്നതെന്ന് മറന്നു, അത് എവിടെ ഷൂട്ട് നടക്കുന്നതെന്ന് മറന്നു. അത് അവർ പറഞ്ഞതാണ്. അപ്പം നമുക്കത് മനസ്സിലാവില്ല. നമ്മൾ ഫുള്ള് ലൈറ്റ് സോഴ്സ് ഇങ്ങോട്ട് വരുന്ന എല്ലാം കട്ട് ചെയ്തിട്ടാണ് ആക്ച്വലി ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ രസമായിരുന്നു. ചുഴിയുടെ റിലീസിന് ശേഷം മിറാക്കിൾ മീഡിയ എന്റർടൈൻമെന്റ്സ് അവരുടെ അടുത്ത വർക്ക് സ്റ്റാർട്ട് ചെയ്യുവാണെന്ന് കേട്ടു. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡിസ്കഷൻ നിങ്ങളുമായിട്ട് ഉണ്ടായിട്ടുണ്ടോ? വുമൺ ഓറിയന്റഡ് ഒരു സബ്ജക്റ്റ് അടുത്ത് ചെയ്യാമെന്ന് സുമി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലും ക്യാമറമാൻ നമ്മൾ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ. നിരന്തരം മെസ്സേജ് അയക്കുന്നുണ്ടല്ലേ വളാക്കാൻ. അപ്പൊ എന്തായാലും നമ്മളെ ഈ ഒരു ചുഴിയുടെ ഒരു റിലീസിന് ശേഷം എന്തായാലും അടുത്തൊരു വർക്ക് ഉടനെ ഉണ്ടാവും. എന്തൊക്കെയാണ് നിങ്ങളുടെ പുതിയ പ്രോജക്ട്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓൺഗോയിങ് പ്രോജക്റ്റ് ഉണ്ട്. അതിന്റെ ഇതൊന്നും അങ്ങനെ ഇതായിട്ട് തുടങ്ങിയില്ല. പ്രൊമോഷൻ വർക്ക്സ് ഒന്നും തുടങ്ങിയിട്ടില്ല, പോസ്റ്റർ ഒന്നും തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ഓണമല്ലേ, ഓണത്തിന്റെ 1-2 ഫോട്ടോഷൂട്ടുകളും കാര്യങ്ങളും പിന്നെ ഒരു വീഡിയോ പ്രൊഡക്ഷനൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഡിസ്കഷനിലാണ്. ഈ മാസം ഒരു 10 കൂടി അത് കാണും. എന്താണ് ഫേസ് ടു ഫേസിന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്? അപ്പോൾ വരുന്ന ഓഗസ്റ്റ് 17-ാം തീയതി ചുഴി പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. മിറാക്കിൾ മീഡിയ എന്ന യൂട്യൂബ് ചാനലിലാണ് ഇത് റിലീസ് ചെയ്യുന്നത്. ഒരുപാട് പുതുമുഖങ്ങളെ വെച്ചുകൊണ്ട് അവരുടെ സ്വപ്നമാണ് നമ്മുടെ ഈ ചുഴി എന്ന് പറയുന്ന മൂവി. അപ്പോൾ എല്ലാവരും കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ഓക്കെ, ബൈ. മറ്റൊരു അതിഥിയുമായി ഫേസ് ടു ഫേസിൽ വീണ്ടും കാണാം.